സിദ്ധാർത്ഥ ടാറ്റ സംവിധാനം ചെയ്ത് 2024 ഇറങ്ങിയ ഒരു ഇന്തോനേഷ്യൻ ഹൊറർ ത്രില്ലർ ചിത്രമാണ് മലം പെഞ്ചാബറ്റ് ന്യാവ. ഹൊറർ മൂവീസ് ഇഷ്ടപ്പെടുന്ന മിക്ക ആൾക്കാർക്കും ഇന്തോനേഷ്യൻ ഹൊറർ മൂവീസ് എന്ന് കേട്ടാൽ ഒരുപാട് ഇഷ്ടമാണ്. പേടിയോടെ ഇരുന്ന് കാണും. കാരണം പേടിപ്പെടുത്തുന്ന രംഗങ്ങൾ മാത്രമല്ല, ഇന്തോനേഷ്യൻ ഹൊറർ മൂവീസിൽ ഒരു കഥ എന്തായാലും ഉണ്ടായിരിക്കും. സോ കഥ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ച് മനക്കട്ടിയെങ്കിലും ഉണ്ടായിരിക്കണം. അത്തരക്കാർക്ക് മാത്രമേ ഈ ചിത്രം കണ്ടു തീർക്കാൻ പറ്റുകയുള്ളൂ. കൊടൂരം എന്ന് വെച്ചാൽ അമ്മാതിരി കൊടൂര പ്രേതമാണ് ഇതിലുള്ളത്. പേടിച്ച് ചത്തുപോയാൽ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഞാൻ ആദ്യമേ വാർണിംഗ് തരുന്നു. സോ അതിന് മാത്രം ഇതിലെന്താ ഉള്ളതെന്ന് തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമാ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറി മുറിച്ചാൽ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ അർദ്ധരാത്രി കനത്ത മഴ, വലിയൊരു വീട്, അകത്ത് സുഖിച്ച് കിടന്നുറങ്ങുന്ന ഇവനാണ് നായകൻ. പേര് റെസ്പതി. സമയം കൃത്യം 12 മണി ആയതും റൂമിൻ്റെ കതക് തുറന്ന് ദൂരെ നിന്ന് റെസ്പതിയുടെ അമ്മയും അച്ഛനും നിന്നിട്ട് മോനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്ക് എന്ന് പറയുകയാണ്. പെട്ടെന്ന് റെസ്പതി ഉണർന്ന് നോക്കുമ്പോൾ അവിടെ ആരും തന്നെ ഇല്ല. എന്നാൽ അവനെ വിളിച്ചത് അച്ഛനും അമ്മയും ആണെന്ന് അവന് നന്നായി അറിയാം. അതിനാൽ റൂം വിട്ട് പുറത്തു വന്ന് അമ്മ അച്ഛ നിങ്ങൾ എവിടെയാ എന്ന് ചോദിച്ചു ദേ പുറകിൽ ആരോ പോകുന്നു. ഫീൽ ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോൾ കാറ്റിൽ ജനാല തുറന്ന് നിൽക്കുകയാണ്. ആകെ ഭയന്ന റെസ്പതി ജനാല പെട്ടെന്ന് അടച്ചു പോകാൻ നോക്കുമ്പോൾ മോനെ റെസ്പതി എന്നൊരു വിളി. ഭയത്തിൻ്റെ മേൽ ഭയത്തോടെ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെയുള്ള സോഫ, ചെയർ ഒക്കെ തനിയെ വഴിമാറിപ്പോയി നിൽക്കുകയും നോക്കിയാൽ ജനാലക്കപ്പുറം ദേ ഒരു പ്രേതം. അത് നടന്ന് നടന്ന് അവൻ്റെ അടുത്തേക്ക് പോകവേ ഇപ്പോൾ നോക്കിയാൽ അതിനെ കാണാനില്ല. ഇല്യൂഷൻ ആയിരിക്കും എന്ന് കരുതി പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ആ പ്രേതം അവൻ്റെ കഴുത്തിൽ പിടിച്ചതും എൻ്റെ കാലാപുരി മുത്തപ്പ എന്ന് പറഞ്ഞ് റൂമിലേക്ക് ഓടാൻ നോക്കിയെങ്കിലും ഡോർ തുറക്കാനേ പറ്റുന്നില്ല. പ്രേതം ഞൊണ്ടി ഞൊണ്ടി അവൻ്റെ അടുത്തേക്ക് എത്താറായപ്പോൾ ഡോർ ഓപ്പൺ ആവുകയും അകത്ത് കയറി ഡോർ അടച്ചു നിന്ന് എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്, പ്ലീസ് എന്നെ വിട്ട് പോ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ അവൻ്റെ അമ്മയുടെ വോയിസ്, മോനെ എനിക്ക് നല്ല വേദന ഉണ്ട്, എനിക്ക് ഹെൽപ്പ് ചെയ്യ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ നിൻ്റെ അമ്മയല്ലേ. ആ വോയിസ് കേട്ട് റെസ്പതി ഷോക്കായിട്ട് അമ്മയോ, ശരിക്കും അത് അമ്മ തന്നെയാണോ എന്ന് പറഞ്ഞ് ഡോർ ഓപ്പൺ ചെയ്യാൻ പോയി നിൽക്കുമ്പോൾ പെട്ടെന്ന് മറ്റേ കതക് ഓപ്പൺ ചെയ്ത് അവൻ്റെ അച്ഛനും പ്രേതമായി വരികയാണ്. ആകെ ഭയന്ന റെസ്പതി വീട് വിട്ട് പുറത്തിറങ്ങി ഓടാൻ റോഡിൽ എത്തുമ്പോൾ അവിടെ ഒരു കാർ നിന്നിട്ടുണ്ട്. അതിനകത്താണ് റെസ്പതിയുടെ അച്ഛനും അമ്മയും ഉള്ളത്. രണ്ടുപേരും മരിച്ചു പോയിരുന്നു. ആകെ വിഷമിച്ച് കരയുമ്പോൾ റെസ്പതിയെ പോലെ മറ്റൊരു റെസ്പതി വന്ന് നീ എന്താടാ അവരുടെ കൂടെ പോവാത്തത് എന്ന് പറഞ്ഞ് വലിച്ചിടുമ്പോൾ പെട്ടെന്ന് അവൻ ഞെട്ടി ഉണരുകയാണ്. ഒരു നീണ്ട സ്വപ്നം കണ്ടതായിരുന്നു. എന്നാൽ അച്ഛനും അമ്മയും മരിച്ചത് മാത്രം റിയലാണ്. അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം റെസ്പതിയെ നോക്കുന്നത് അവൻ്റെ മുത്തശ്ശനാണ്. അങ്ങനെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി സ്കൂളിലേക്ക് പോവാൻ നോക്കുമ്പോൾ ടിവിയിൽ ഒരു ന്യൂസ്. ഒരു വലിയ അപ്പാർട്ട്മെന്റിൽ ഒരു ലേഡി അമാനുഷികമായി, അതായത് ഒരു തെളിവും ഇല്ലാത്ത രീതിയിൽ കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ ന്യൂസൊക്കെ കണ്ട ശേഷം ബസ്സിൽ അവൻ്റെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സീറ്റിൽ ഇരുന്നതും ഉറങ്ങാൻ തുടങ്ങി. എന്തെന്നാൽ ഇവന് ഇടയ്ക്കിടയ്ക്ക് കൊടൂരമായ പ്രേത സ്വപ്നം ഒക്കെ വരുന്നതിനാൽ നന്നായി ഉറങ്ങാനും പറ്റുന്നില്ല. ഇപ്പോഴും അതേ സ്വപ്നം. അച്ഛനും അമ്മയും പ്രേതമായി വന്ന് തൂങ്ങി നിൽക്കുകയാണ്. ഞെട്ടി ഉണരുമ്പോൾ ഇപ്പോൾ അവനുള്ളത് സ്കൂളിലാണ്. ഫ്രീ പീരിയഡിൽ ഉറങ്ങുമ്പോഴാണ് സ്വപ്നം കണ്ടത്. ചങ്ക് എവിടെ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ചങ്ക് ഒരു പെൺകുട്ടിയുമായി സൊള്ളുകയാണ്. ഈ ഫ്രണ്ടുകാരൻ്റെ പേര് തീർത്ത. അവൻ യഥാർത്ഥത്തിൽ സൊള്ളുന്നതല്ല. ചെറിയ ഒരു പ്രശ്നം. ആ പെൺകുട്ടിക്ക് ഒരു ലവറുണ്ട്. ആ ലവർ ചെക്കൻ മറ്റൊരു പെണ്ണുമായി റിലേഷനിലുണ്ട് എന്ന് ഫോട്ടോ സഹിതം കാണിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. എടി ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ ഓനൊരു കോയിയാണെന്ന്. അവനെ വിശ്വസിക്കാൻ പറ്റില്ല. അവന് ഓരോ സ്ഥലത്തും ഓരോ പെണ്ണുങ്ങളാ. നിന്നെയും ചതിച്ചില്ലേ, ഇനിയെങ്കിലും വേറെ ആരെങ്കിലും ലവ് ചെയ്യ്. അത് കേട്ട് ആ പെണ്ണ് തീർത്തേക്ക് പൈസയും കൊടുക്കുകയാണ്. കോയികളെ ബലി കൊടുത്ത് പണമുണ്ടാക്കുന്ന കില്ലാടിയാണിവൻ. അതിനുശേഷം എടാ എന്തായി നിന്റെ പ്രേത സ്വപ്നം, നിന്നെ പ്രേതം കൊന്നോ എന്ന് ഫ്രണ്ടുകാരൻ റെസ്പതിയോട് ചോദിച്ചു കൊണ്ടിരിക്കെ ആ ക്ലാസ്സിലേക്ക് പുതുതായി ഒരു പെൺകുട്ടി ജോയിൻ ചെയ്ത് വന്നിരിക്കുകയാണ്. ഇവളുടെ പേര് വുലാൻ. സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എൻ്റെ പേര് വുലാൻ, നിങ്ങളെ ഒക്കെ കണ്ടതിൽ വളരെ സന്തോഷം എന്ന് മാത്രം ഗൗരവത്തിൽ പറഞ്ഞ് ബെഞ്ചിൽ പോയി ഇരിക്കുകയാണ്. അതിനുശേഷം PT പീരീഡ്. എടാ പുതിയ പെൺകുട്ടിയില്ലേ വുലാൻ, അവളെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിരുന്നു. അവൾ ഇതിനു മുൻപ് വേറെ ഏതോ സ്കൂളിലായിരുന്നു. ആ സ്കൂളിൽ എന്തോ പ്രശ്നമുണ്ടാക്കി. അതിനാലാ ഈ സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്തത്. അതേപോലെ ഇവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ശരീരത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അതിനാൽ മറ്റു കുട്ടികൾക്കും ഉപദ്രവം ഉണ്ടാവും. അതിനാലായിരിക്കാം ആ സ്കൂളിൽ നിന്നും പുറത്താക്കിയ ശേഷം ഇവിടെ വലിഞ്ഞു കയറി വന്നത്. അവളെ തന്നെ നോക്കിയേ, കാണുമ്പോൾ തന്നെ ഒരു കിളി പോയവളെ പോലെ ഇല്ലേ, നമുക്ക് അവളുടെ കൂടെ കൂട്ടുകൂടുന്നതേ വേണ്ട, ഒരൽപ്പം മാറി നിൽക്കണം എന്ന് ഫ്രണ്ടുകാരൻ പറയുകയാണ്. അങ്ങനെ അന്ന് സ്കൂൾ വിട്ട ശേഷം റെസ്പതിയെ
മുത്തശ്ശൻ വിളിച്ചിട്ട് എടാ ഡോക്ടറിനെ കാണാൻ പോകാനില്ലേ, പെട്ടെന്ന് വാടാ എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം ബസ്സിൽ കയറിയപ്പോൾ അവന് എന്തായി എന്നറിയില്ല. തലകറക്കം അനുഭവപ്പെട്ട് കുലുങ്ങി നടന്ന് ഒരു ഘട്ടത്തിൽ തല മൊത്തത്തിൽ കറങ്ങി മയങ്ങി ഒരൊറ്റ വീഴ്ച. പിന്നീട് കാണുന്നത് മുത്തശ്ശൻ്റെ കൂടെ റെസ്പതി ഡോക്ടറിൻ്റെ അടുത്ത് ഇരിക്കുന്നതാണ്. എന്തായി, ഇത്രയും നാൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് എന്തെങ്കിലും മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ റെസ്പതി ഒന്നും പറയാതെ ഇരിക്കുകയാണ്. എന്താടാ നിന്റെ വായിൽ പഴം തിരികെ കേട്ടിട്ടുണ്ടോ, വാ തുറന്ന് എന്തെങ്കിലും പറ എന്ന് മുത്തശ്ശൻ പറയുന്നത് കേട്ടിട്ടും അവൻ വാ തുറന്നതേ ഇല്ല. നീ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്കോ? അവൻ ഉറങ്ങുന്നതേ ഇല്ല ഡോക്ടറെ. അത് സാരമില്ല, ഞാൻ കുറച്ച് ടാബ്ലറ്റ്സ് എഴുതി തരാം. അത് കറക്റ്റ് കഴിച്ചാൽ പകുതി പ്രശ്നം തീരും. എന്നാൽ മരുന്ന് കൊണ്ട് മാത്രം പൂർണ്ണമായി മാറില്ല. നീ ഒരു കാര്യത്തിൽ ഡിസ്റ്റർബ്ഡ് ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് എന്താണെന്ന് ഓപ്പണായി പറയോ? അത് കേട്ട് റെസ്പതി കലിപ്പിൽ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, എപ്പോഴും തരുന്ന മരുന്നിന് പകരം കുറച്ച് ഡോസ് കൂടിയ കിടുക്കാച്ചി മരുന്ന് താ ഡോക്ടറെ എന്ന് പറഞ്ഞ് അവിടുന്ന് പുറത്തേക്ക് പോവുകയാണ്. ശേഷം വീട്ടിലെത്തി മുത്തശ്ശൻ ദേഷ്യത്തിൽ നിനക്കെന്താടാ വട്ടാണോ? അയാൾ ഡോക്ടറാണ്, അയാളെ കൊണ്ടേ നിന്നെ ഗുണപ്പെടുത്താൻ കഴിയൂ. ഡോക്ടർ ചോദിക്കുന്നതിന് എന്താ മറുപടി കൊടുത്താൽ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താണ് മുത്തശ്ശ പറയേണ്ടത്? എൻ്റെ അച്ഛനെക്കുറിച്ചോ എൻ്റെ അമ്മയെക്കുറിച്ചാണോ, അവർ മരിച്ചു പോയതിനെക്കുറിച്ചാണോ എന്ന് കലിപ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കെ കൃത്യം അവിടേക്ക് വീട്ടിലെ വേലക്കാരൻ വന്ന് കിണിക്കുകയാണ്. വേലക്കാരൻ്റെ പേര് തൂൽ. റെസ്പതി ദേഷ്യത്തിൽ അവിടുന്ന് പോവാൻ നോക്കുമ്പോൾ ഇവൻ എൻ്റെ പേരക്കുട്ടിയാണ്, ഗ്രാമത്തിൽ നിന്ന് ഇവിടെ സിറ്റിയിൽ പഠിക്കാനായി വന്നതാ, അവൻ്റെ കാര്യവും നീ നോക്കണം, അവന് എന്തെങ്കിലും ആവശ്യം വന്നാൽ ആ കാര്യവും നീ ചെയ്തു കൊടുക്കണം എന്ന് വേലക്കാരനോട് മുത്തശ്ശൻ പറയുകയാണ്. ശരി, അക്കാര്യം ഞാൻ ഏറ്റു എന്ന് വേലക്കാരനും പറയുമ്പോൾ അതൊക്കെ കേട്ട് നിന്ന് റെസ്പതി നേരെ ബെഡ്റൂമിൽ പോവാൻ നോക്കുമ്പോൾ മുത്തശ്ശൻ അവനെ നിർത്തിയിട്ട് എടാ നീ ഡോക്ടർ തന്ന മരുന്ന് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ മരുന്ന് തേക്ക്, ഇത് നാട്ടുവൈദ്യൻ തന്ന കാട്ടുമരുന്ന് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഉള്ളിൽ ദേഷ്യം ഉണ്ടെങ്കിലും ആ മരുന്ന് വാങ്ങിയിട്ട് നേരെ ബെഡ്റൂമിലേക്ക് പോയി കിടന്നുറങ്ങുകയാണ്. ഉറങ്ങിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് കണ്ണ് തുറന്നു നോക്കുമ്പോൾ സമയം രാവിലെ 4:30. സോ ഇതേപോലെ റെസ്പതിക്ക് സ്വപ്നം കാണലും ഞെട്ടി ഉണരലും പതിവാണ്. അതിനാൽ ഒരാൾ കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഉറങ്ങണ്ടേ. ഇടയ്ക്ക് ഞെട്ടി ഉണരുന്നതിനാൽ ആ 5 മണിക്കൂറുള്ള ഗാഢനിദ്ര നഷ്ടപ്പെട്ടതിനാൽ ബസ്സിലും പോകുന്ന വഴിയിലും സ്കൂളിലും എല്ലായിടത്തും ഉറക്കം തൂങ്ങിയുള്ള അവസ്ഥയാണ്. ഇപ്പോൾ സ്കൂളിൽ പ്രെയർ നടക്കുമ്പോൾ അവന് ലൈറ്റായി ഉറക്കം വരികയും മയക്കത്തിൽ പകുതി കണ്ണ് തുറന്നു നോക്കുമ്പോൾ ദേ മുന്നിൽ മരിച്ചുപോയ അച്ഛൻ്റെയും അമ്മയുടെയും ആത്മാക്കൾ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാലുകൾ കണ്ട് അവന് അലറാൻ പോലും പറ്റാതെ സഹിച്ച് പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് വുലാൻ വന്ന് അവൻ്റെ കയ്യിൽ പിടിച്ച് ഏയ് പേടിക്കേണ്ട, ശ്വാസം നല്ലോണം ഉള്ളിലോട്ട് എടുത്ത് വിട് എന്ന് പറയുകയും അവൻ അതേപോലെ ശ്വാസം എടുത്ത് വിട്ടതും ഇപ്പോൾ നോക്കുമ്പോൾ മുന്നിൽ ഉണ്ടായിരുന്ന ആത്മാക്കളെ കാണാനില്ല. അതേപോലെ കൈ പിടിച്ച് നിന്നിരുന്ന വുലാനെയും കാണാനില്ല. പ്രെയറിന് ശേഷം ഉറക്കം വരാതിരിക്കാൻ റെസ്പതി നേരെ വാഷ്റൂമിൽ പോയി മുഖം കഴുകിക്കൊണ്ടിരിക്കെ അവിടേക്ക് വുലാൻ വരികയാണ്. എന്നിട്ട് എത്ര നാളായി നിനക്ക് ഈ പ്രശ്നം ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ എടേ നിനക്ക് പ്രേതങ്ങളെയും പിശാച്ചുകളെയും ഒക്കെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. അതെ, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നിനക്ക് എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ആ പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു വുലാൻ അവിടുന്ന് പോവുകയാണ്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കെ അടുത്ത് ഇരുന്നിട്ടുള്ള ഒരുത്തൻ ഉറങ്ങി റെസ്പതിയുടെ തോളിൽ ചാഞ്ഞു കിടക്കുകയാണ്. എടാ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് അവനെ ഉണർത്താൻ നോക്കുമ്പോൾ പെട്ടെന്ന് ആ സ്ഥലം ഇരുട്ടായി മാറുകയാണ്. അതേപോലെ ആ ബസ്സിലുള്ള എല്ലാവരും അനങ്ങാത്ത പ്രതിമയെപ്പോലെ ഇരുന്നിട്ടുണ്ട്. എന്താ സംഭവിക്കുന്നത് എന്നറിയാതെ എഴുന്നേറ്റ് നിന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് ബസ്സിൻ്റെ പുറത്തു നിന്നും അലറുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. അത് എന്താണെന്ന് വെച്ചാൽ ഒരു പാരൻസിൻ്റെ മകൾ, ഒരു ചെറിയ പെൺകുട്ടി സ്ട്രക്ചറിൽ മരിച്ചുപോയി. അത് കണ്ട് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും അലറി കരയുകയാണ്. ട്വിസ്റ്റ് എന്തെന്നാൽ മരിച്ചുപോയ കുട്ടിയുടെ അച്ഛൻ മറ്റാരുമല്ല, നേരത്തെ റെസ്പതിയുടെ തോളിൽ ചാഞ്ഞു കിടന്നവനാണ്. അവനെ ടച്ച് ചെയ്തത് കൊണ്ടായിരിക്കും റെസ്പതിക്ക് അയാളുടെ കാര്യങ്ങൾ ഒക്കെ ഒരു വിഷ്വൽ പോലെ കണ്ടത്. അങ്ങനെ അതിനുശേഷം അവൻ വീട്ടിലേക്ക് പോയി അതേ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിരിക്കെ തനിക്ക് ഉറക്കത്തെ കൺട്രോൾ ചെയ്ത് കൂടുതൽ നേരം ഉറങ്ങാൻ സാധിക്കാത്തതിനാൽ മുത്തശ്ശൻ നൽകിയ കാട്ടുമരുന്ന് എടുത്ത് തേച്ച് ബെഡിൽ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. അല്പം കഴിഞ്ഞ് വീണ്ടും ഉണർന്നു നോക്കുമ്പോൾ അവൻ മാത്രമല്ല ബെഡ്റൂം അടക്കം ഒരു കാട്ടിലായാണ് കാണുന്നത്. ഇതേതാ ഈ സ്ഥലം എന്നറിയാതെ നടന്നു പോയി നോക്കുമ്പോൾ അവിടെ നേരത്തെ ബസ്സിൽ കണ്ട ആ വ്യക്തി ഒരു വലിയ മരച്ചുവട്ടിൽ കുരുങ്ങിക്കിടക്കുന്ന പോലെ കാണുകയാണ്. നോക്കി നിൽക്കെ പെട്ടെന്ന് ആ തല അവനെ നോക്കിയതും ഭയന്ന് ഓടാൻ നോക്കുമ്പോൾ ഒരു മുത്തശ്ശി വന്ന് നീ ആരാ മോനെ, ഇവിടെ എന്താ ചെയ്യുന്നേ എന്ന് ചോദിക്കുമ്പോൾ ഇത് ഏതാ സ്ഥലം, ഞാനിത് എവിടെയാ ഉള്ളത് എന്ന് റെസ്പതി തിരിച്ചു ചോദിക്കുകയാണ്. നീ ഇവിടെ നിൽക്കാൻ പാടില്ല, പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോ എന്ന് പറഞ്ഞതും അവിടെ ഒരു കവാടത്തിൽ മഞ്ഞിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നതായി കാണുകയാണ്. ആ പെൺകുട്ടി നേരത്തെ സ്ട്രക്ചറിൽ മരിച്ചു കിടന്നതായി കണ്ടിരുന്നില്ലേ, അവളാണത്. പെട്ടെന്ന് അവളുടെ അച്ഛൻ മരച്ചുവട്ടിൽ ചുറ്റി വലിഞ്ഞിരിക്കുന്ന വേരൊക്കെ
ഇളക്കി മാറ്റി അച്ഛൻ നേരെ തൻ്റെ മകളുടെ അടുത്തേക്ക് പോയി. ആ മഞ്ഞൊക്കെ പെയ്യുന്ന കവാടത്തിൻ്റെ മുന്നിൽ എത്തിയപ്പോൾ പെട്ടെന്ന് ഒരു കൈ വന്ന് അച്ഛനെ കൊണ്ടുപോവുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. അതൊക്കെ കണ്ടു നിന്ന റെസ്പതി പേടിച്ച് ഭയന്ന് അലറിയടിച്ച് ആ വിജനമായ കാട്ടിലൂടെ ഓടാൻ തുടങ്ങി. ഓടിപ്പോകവെ ഒരു വേരിൽ തട്ടി നേരെ ഒരു മരക്കമ്പിൽ അവൻ്റെ ശരീരം കുത്തിക്കയറി സ്വപ്നത്തിൽ അവൻ മരിച്ചു പോവുകയും റിയൽ ലൈഫിൽ ഞെട്ടി ഉണരുകയും ചെയ്യുന്നു. ഇത് വെറും സ്വപ്നം അല്ലേ, ഞാനെന്തിനാ പേടിക്കുന്നത്, മരിച്ചു പോയില്ലല്ലോ എന്ന് സ്വയം മനസ്സിനെ ആശ്വസിപ്പിച്ച് സ്കൂളിൽ പോവാൻ റെഡിയായി നേരെ ഹാളിൽ എത്തിയപ്പോൾ ടി വിയിൽ ഒരു ന്യൂസ്. ട്വിസ്റ്റ് എന്തെന്നാൽ റെസ്പതി സ്വപ്നത്തിൽ ഒരുത്തനെ കണ്ടിരുന്നില്ലേ, ആ വ്യക്തി അവൻ്റെ വീട്ടിൽ കഴുത്ത് ഞെരിച്ച് അമാനുഷികമായി കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ വാർത്തയാണ് ടി വിയിൽ. അതേപോലെ ഇത് ആദ്യത്തെ മരണം അല്ല, ഇതേപോലെ 3 പേരാണ് മരിച്ചിട്ടുള്ളത്. ഞാൻ സ്വപ്നത്തിൽ ഇയാൾ മരിക്കുന്നതായി അല്ലേ കണ്ടത്, റിയൽ ലൈഫിൽ അതെങ്ങനെ സംഭവിച്ചു എന്ന് ആകെ ആശ്ചര്യം തോന്നിയ ശേഷം സ്കൂളിൽ പോയി ഫ്രണ്ടുകാരനോട് നടന്ന എല്ലാ കാര്യവും പറയുകയാണ്. എൻ്റെ മച്ച, ഇന്നലെ ഞാൻ സ്കൂൾ കഴിഞ്ഞ് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കെ ബസ്സിൽ ഞാൻ ഒരാളെ കണ്ടു, അതേപോലെ അയാളെ സ്വപ്നത്തിലും കണ്ടു. അയാളെ ഏതോ ഒരു പിശാച്ച് കഴുത്ത് ഞെരിച്ച് കൊന്നു. അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അവൻ എങ്ങനെയാ സ്വപ്നത്തിൽ കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെട്ടതോ അതേപോലെ റിയൽ ലൈഫിലും അയാൾ കഴുത്ത് ഞെരിച്ച് മരിച്ച നിലയിൽ കണ്ടു. അത് ഞാൻ ടി വിയിലാണ് കണ്ടത്. ഇതിലെന്തോ ഒരു മിസ്റ്ററി ഇല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഫ്രണ്ടുകാരൻ കിളി പോയ പോലെ നോക്കി നിൽക്കെ, എടാ ശരിക്കും അയാൾ എന്തിനാ എൻ്റെ സ്വപ്നത്തിൽ വന്നത്, അയാൾക്കും ഞാനും തമ്മിൽ എന്താ ബന്ധം, എടാ അത് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ 2 പേരും ക്ലാസ് കട്ട് ചെയ്ത് അയാളുടെ വീട്ടിലേക്ക് പോകണം എന്നൊക്കെ റെസ്പതി പറയുകയും അങ്ങനെ 2 പേരും ആ കൊല്ലപ്പെട്ടയാളുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അന്നേരം മരിച്ചവൻ്റെ ഭാര്യ വിഷമിച്ച് അലറി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പെണ്ണുമുള്ളയെയും റെസ്പതി സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. ഇല്ല, എൻ്റെ ഭർത്താവ് സാധാരണ രീതിയിലല്ല മരിച്ചത്, അദ്ദേഹത്തെ ആരോ കൊന്നതാണ് എന്നൊക്കെ പറഞ്ഞു വൈഫ് വ്യത്യസ്തമായി പെരുമാറുകയാണ്. അന്നേരം ഫ്രണ്ടുകാരൻ അവിടെയുള്ള അയൽവാസികളോട് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അത് പിന്നെ അയാൾ രാത്രി എന്തോ ശ്വാസതടസ്സം വന്ന പോലെ ഉറക്കത്തിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഒടുവിൽ കഴുത്ത് ഞെരിച്ച് കൊന്നതുപോലെ മരിച്ചു കിടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ ദൂരെ ദേ ആ മുത്തശ്ശി നിന്ന് കുറുകുറുവെന്ന് നോക്കുന്നു. ആ മുത്തശ്ശിയാണ് റെസ്പതി സ്വപ്നത്തിൽ കണ്ടത്. നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടിപ്പോയെങ്കിലും നോക്കിയാൽ മുത്തശ്ശിയെ കാണാനില്ല. അങ്ങനെ അതിനുശേഷം എടാ നീ ആരെയാ പിടികൂടാൻ പോയത് എന്ന് ഫ്രണ്ടുകാരൻ ചോദിക്കുമ്പോൾ അത് ഒന്നുമില്ലടാ, അന്ന് ഞാൻ സ്വപ്നത്തിൽ ആ ഫാമിലിയെയും പ്രേതത്തെയും മാത്രമല്ല ആ ഒരു മുത്തശ്ശിയെയും കണ്ടിരുന്നു. എന്നാൽ മുത്തശ്ശി സ്വപ്നത്തിൽ വന്ന് എന്താ ചെയ്തത് എന്ന് മാത്രം എനിക്ക് ഓർമ്മയിലില്ല എന്ന് റെസ്പതി പറയുകയാണ്. എടാ അത് വിട്, എന്തോ ഒരു കോയിൻസിഡൻസ് പോലെ നടന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കെ അവിടേക്ക് വുലാൻ വന്ന്, എടാ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സ്വപ്നലോകം എന്നത് സാധാരണ ഒരു ഇടം അല്ല, അതൊരു അപകടം നിറഞ്ഞ അമാനുഷികത നിറഞ്ഞ ഇടമാണ് എന്ന് പറഞ്ഞ് ഇൻ്റർനെറ്റിൽ സ്വപ്ന നഗരത്തെക്കുറിച്ച് എന്തോ ഒരു കാര്യം സെർച്ച് ചെയ്ത് റെസ്പതിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അത് നോക്കിയ ശേഷം എടാ ഞാൻ ഇതേപോലെ ഒരിടമാണ് സ്വപ്നത്തിൽ കണ്ടത്, എടേ ഇത് ഏത് സ്ഥലമാ എന്ന് ചോദിക്കുമ്പോൾ അത് ആത്മാക്കളുടെ സാമ്രാജ്യമാണ്, അവിടേക്ക് അങ്ങനെ എല്ലാവർക്കും പോകാൻ പറ്റില്ല, ചിലർക്ക് മാത്രമേ അതിനുള്ള കഴിവുള്ളൂ. ആ സൂപ്പർ പവർ നിനക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ നീ സ്വപ്നത്തിൽ പിശാച്ച് കൊല ചെയ്യുന്നത് കണ്ടതല്ലേ, അത് യഥാർത്ഥത്തിൽ നടന്നതാണ്, അതിന് നീ സാക്ഷിയാണ്. പ്രേതലോകത്ത് ആരെയാണോ പ്രേതം കൊലപ്പെടുത്തുന്നതോ അവർ റിയൽ ലൈഫിലും കൊല്ലപ്പെടും എന്നൊക്കെ വുലാൻ പറയുകയാണ്. അങ്ങനെ അതിനുശേഷം റെസ്പതി നേരെ വീട്ടിലേക്ക് എത്തിയപ്പോൾ റെസ്പതി ക്ലാസ് കട്ട് ചെയ്ത കാര്യം മുത്തശ്ശനോട് ടീച്ചർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താടാ നിന്റെ അവസ്ഥ, എന്തൊക്കെയാ നീ ചെയ്തു കൂട്ടുന്നത്, നിന്നെ നഷ്ടപ്പെട്ടാൽ എനിക്ക് വേറെ ആരുണ്ട്, എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ, എന്തിനാ അപകടം വിളിച്ചു വരുത്തുന്നത് എന്ന് പറഞ്ഞ് വഴക്ക് പറയുമ്പോൾ എനിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോവുകയാണ്. അന്നേരം വേലക്കാരൻ തൂൽ വന്ന്, അനിയ ഞാൻ പറയുന്നത് കേട്ട് നീ മോശമായി വിചാരിക്കരുത്, നല്ലതിനു വേണ്ടി പറയുകയാ, എന്തെന്ന് വെച്ചാൽ നിന്റെ മുത്തശ്ശൻ പറയുന്നത് കേൾക്കുമ്പോൾ നിനക്ക് ദേഷ്യം ഒക്കെ വരും. മുത്തശ്ശൻ ജീവനോടെ ഉള്ള കാലം വരെ മുത്തശ്ശന്റെ സ്നേഹം നിനക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, മരിച്ചാൽ മാത്രമേ മുത്തശ്ശൻ ഉള്ളപ്പോൾ എത്ര ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാവുകയുള്ളൂ. അതിനാൽ മുത്തശ്ശൻ പറയുന്നത് കേട്ട് ദേഷ്യപ്പെടാതെ സമാധാനമായി കേട്ട് അനുസരിക്ക് എന്നൊക്കെ പറഞ്ഞ് റെസ്പതിയെ ഉപദേശിക്കുമ്പോൾ വേലക്കാരൻ വരെ എന്നെ ഊക്കാനായോ എന്ന ഭാവത്തിൽ റെസ്പതി നോക്കിയതും അയ്യോ മോനെ സോറി, ഞാൻ ആരാണെന്ന് മറന്ന് സംസാരിച്ചതിന് സോറി, ഞാൻ പോട്ടെ നാളെ വരാം എന്ന് പറഞ്ഞു വേലക്കാരൻ പോവുകയും ചെയ്തു. അതിനുശേഷം രാത്രി മുത്തശ്ശൻ നൽകിയ കാട്ടുമരുന്ന് ശരീരത്തിൽ പുരട്ടി ഉറങ്ങാൻ കിടക്കുകയാണ്. അത് തടവിയാൽ നല്ല ഉറക്കം കിട്ടും. എന്നാൽ ഉറങ്ങി കണ്ണു തുറക്കുമ്പോൾ സ്വപ്നലോകത്താണ് ഉണരുന്നത്. നടന്നു പോയി നോക്കവേ മുൻപ് ഒരുത്തന് മരത്തിന്റെ വേരിൽ ചുറ്റി കിടത്തിയിരുന്ന പോലെ ഇത്തവണ ഒരു മുത്തശ്ശിയാണ് കുരുക്കി കിടത്തിയിട്ടുള്ളത്. അതേപോലെ ആ കവാടത്തിൽ നിന്നും ആ മുത്തശ്ശിയുടെ ഹസ്ബൻഡ് വിളിക്കുന്ന വോയിസ് കേൾക്കാനും തുടങ്ങി.
തുടങ്ങി. അതിനാൽ മുത്തശ്ശി ശരീരത്തിലുള്ള വേരൊക്കെ എടുത്തു മാറ്റി ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കെ, ഏയ് മുത്തശ്ശി, അങ്ങോട്ട് പോവല്ലേ, പോയാൽ നിങ്ങൾ മരിക്കും, പിശാച് നിങ്ങളെ കൊല്ലും. എന്നാൽ മുത്തശ്ശി അതൊന്നും കേൾക്കാൻ നിൽക്കാതെ രസ്പതിയെ തള്ളിയിട്ട് നേരെ കെട്ടിയോൻ്റെ വോയിസ് കേട്ട ഭാഗത്തേക്ക് ഓടിപ്പോയി നിന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നീട് കാണുന്നത് അവിടെയുള്ള പിശാച് മുത്തശ്ശിയുടെ തല വെട്ടി എറിയുന്ന കാഴ്ചയാണ്. ആ കൊടൂര കാഴ്ച കണ്ട് രസ്പതി ജീവൻ കൊണ്ട് അലറിയടിച്ച് ഓടാൻ തുടങ്ങി. ഓടി ഓടി ഒരു പാറയുടെ മറുവശത്ത് ഒളിഞ്ഞു നിന്നതും പെട്ടെന്ന് ആരോ അവൻ്റെ വാ പൊത്തുകയാണ്. ആരാണെന്ന് നോക്കിയാൽ കഴിഞ്ഞ സ്വപ്നത്തിൽ കണ്ട അതേ മുത്തശ്ശി. ശബ്ദം ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞ് ചുറ്റി നോക്കുമ്പോൾ ആ പ്രേതം രസ്പതിയെ തിരയുകയാണ്. നിന്നെക്കൊണ്ട് മാത്രമേ ആ പ്രേതത്തെ കൊല്ലാൻ പറ്റൂ, നീ ഇപ്പോൾ ഇവിടെ നിൽക്കണ്ട, ഉടനെ തിരിച്ചു പോ എന്ന് പറഞ്ഞ് ഒരു കൂർത്ത വേരെടുത്ത് രസ്പതിയുടെ നെഞ്ചിലേക്ക് കുത്തിയതും അവൻ സ്വപ്നലോകത്ത് നിന്നും റിയൽ ലൈഫിലേക്ക് ഞെട്ടി ഉണരുകയാണ്. അതായത് സ്വപ്നലോകത്ത് എത്തി മരിച്ചാൽ മാത്രമേ റിയൽ ലൈഫിലേക്ക് മടങ്ങി എത്താൻ പറ്റൂ. അതിനാലാണ് മുത്തശ്ശി അങ്ങനെ ചെയ്തത്. അങ്ങനെ ഫ്രഷായി സ്കൂളിൽ പോകുന്നതിന് മുൻപ് TV ന്യൂസ് നോക്കുമ്പോൾ പതിവ് പോലെ സ്വപ്നത്തിൽ കണ്ട മുത്തശ്ശി കഴുത്ത് വെട്ടിയ നിലയിൽ കൊല്ലപ്പെട്ട് കിടക്കുന്നതായി ന്യൂസ് വന്നിട്ടുണ്ട്. അങ്ങനെ ആ കാര്യം തൻ്റെ ഫ്രണ്ടുകാരനോട് പറയുമ്പോൾ ഫ്രണ്ടുകാരനും ഒരു പ്രധാന കാര്യം കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് കഴുത്ത് വെട്ടിയ നിലയിൽ കൊല്ലപ്പെട്ട മുത്തശ്ശി മുതൽ ഇതുവരെ അമാനുഷികമായി കൊല്ലപ്പെട്ടവരൊക്കെ ഒരേ ഗ്രാമത്തിലുള്ളവരാണ്. ആ ഗ്രാമത്തിൻ്റെ പേര് പജിങ് ചാവോ എന്നവൻ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ നടക്കുന്ന കൊലപാതകങ്ങൾ നോർമലല്ല, എന്തോ ഒരു രഹസ്യം ഉണ്ടായിരിക്കും. അതെ, അത് എന്താണെന്ന് കണ്ടുപിടിക്കണം. എങ്കിൽ ആദ്യം ഈ പോസ്റ്റ് ഇട്ട ആളെ കണ്ടെത്തി ചോദിച്ചാൽ മനസ്സിലാവും. അത് കേട്ട് വുലാൻ, ഏയ് അത് വേണ്ട, നമുക്ക് അവസാനം കൊല്ലപ്പെട്ട മുത്തശ്ശിയുടെ ആത്മാവിനെ തന്നെ ക്ഷണിച്ചു വരുത്തി ചോദിക്കാം എന്ന് പറഞ്ഞ് 3 പേരും നേരെ രസ്പതിയുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ആ ചടങ്ങ് തുടങ്ങുന്നതിന് മുൻപ് ഫ്രണ്ടുകാരൻ വുലാനോട്, എടി, പ്രേതത്തെ ക്ഷണിച്ചു വരുത്തുമ്പോൾ നിനക്ക് എന്തെങ്കിലും പറ്റിയാലോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ, ഏയ് അങ്ങനെ ഒന്നും സംഭവിക്കില്ല, എന്തെന്നാൽ എൻ്റെ കഴുത്തിലുള്ള നെക്ലേസ് എന്നെ രക്ഷിക്കും, അതേപോലെ നിങ്ങളെയും ഇത് സംരക്ഷിക്കും എന്ന് അവൾ പറയുകയാണ്. അത് കേട്ട്, എടാ ഇത് എന്തോ കുഴപ്പം പിടിച്ച പരിപാടിയാണെന്ന് തോന്നുന്നു, നമുക്കിത് തുടരണോ? എടാ നമ്മൾ ഇത് ചെയ്തേ ആവണം, ഇല്ലെങ്കിൽ തുടർന്നും എത്ര പേർ കൊല്ലപ്പെടും എന്നറിയില്ലല്ലോ. അത് കേട്ട്, ശരി എന്ത് വേണേലും ചെയ്യ്, ഞാൻ പുറത്ത് നിൽക്കാം എന്ന് പറഞ്ഞ് ഫ്രണ്ടുകാരൻ പുറത്തേക്ക് പോവുകയാണ്. റൂമിൽ രസ്പതിയും ഉലാനും മാത്രമാണുള്ളത്. അങ്ങനെ ചടങ്ങ് ചെയ്ത് ഒടുവിൽ കൊല്ലപ്പെട്ട മുത്തശ്ശിയുടെ ആത്മാവിനെ ഉലാൻ തൻ്റെ ശരീരത്തിലേക്ക് വരുത്തിക്കുകയും ചെയ്തു. അത് കണ്ടു ഭയന്ന രസ്പതി പുറകോട്ട് മാറിയിരുന്നു നോക്കുമ്പോൾ കണ്ണാടിയിൽ ഉലാനെ നോക്കുമ്പോൾ മുത്തശ്ശിയുടെ പ്രേതരൂപമായാണ് കാണുന്നത്. ഭയം ഉണ്ടെങ്കിലും ധൈര്യം സംഭരിച്ച് രസ്പതി ആത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ സ്വപ്നത്തിൽ കണ്ടത് നിങ്ങളെ തന്നെ അല്ലേ മുത്തശ്ശി? അത് കേട്ട് അവൾ അതേ എന്ന് തലയാട്ടുകയാണ്. ശരി, മറ്റുള്ളവരെ പോലെ നിങ്ങളും പജിങ് ചോവ എന്ന ഗ്രാമത്തിലുള്ളതാണോ? അതിനും അതേ എന്ന് തലയാട്ടുകയാണ്. എന്നിട്ട് പറയുന്നു, എന്നെപ്പോലെ ഇനിയും പലരും മരിക്കാതിരിക്കണമെങ്കിൽ നീ മുസ്തിക്കയെ കണ്ടുപിടിക്കണം, എന്തെന്നാൽ അവൾക്ക് മാത്രമേ സുക്മയെ എങ്ങനെ കൊല്ലണം എന്ന് അറിയാവുന്നത് എന്ന് ആത്മാവ് പറയുകയാണ്. ശരി, മുസ്തിക്കയെ ഞാൻ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, വേരുള്ള ഭാഗത്തേക്ക് പോ, അവിടെ ഒരു അരുവിയുണ്ട്, നീല പൂക്കളുണ്ട്, ആ ഭാഗത്താണ് മുസ്തിക്കയുള്ളത് എന്ന് പറഞ്ഞതും പെട്ടെന്ന് വുലാൻ എന്തായി എന്നറിയില്ല വ്യത്യസ്തമായി പിടഞ്ഞ് ഒടുവിൽ മുത്തശ്ശിയുടെ ആത്മാവ് പോവുകയും പകരം സ്വപ്നലോകത്തുള്ള ആ കൊടൂര പ്രേതാത്മാവ് വുലാന്റെ ശരീരത്തിലേക്ക് വരികയും ചെയ്തു. വന്ന് അവിടെ മൊത്തം ആറാടി ചുമരിൽ ചാടിപ്പിടിച്ച് കൊടൂരമായി അലറാൻ തുടങ്ങി. അന്നേരം ചുറ്റുള്ള തിങ്സൊക്കെ പറക്കാനും തുടങ്ങി. എന്നിട്ട് രസ്പതിയെ നോക്കി, ഇവിടെ പജിങ് ചോവ എന്ന ഗ്രാമത്തിലുള്ള ആളുടെ മണം അടിക്കുന്നുണ്ടല്ലോ, നീ പജിങ് ചാവോയിലുള്ളതാണ് എന്ന് പറയുകയാണ്. അത് കേട്ട്, ഏയ് നീ ആരാ, വുലാൻ എവിടെ പോയി എന്ന് രസ്പതി ചോദിക്കുമ്പോൾ, ഏയ് ബഗഡ, നീ എന്നെ നശിപ്പിക്കാനായി ശ്രമിക്കേണ്ട, ഒരു നാൾ ഞാൻ തന്നെ വരും, നിന്നെയും കൊല്ലും എന്ന് പറഞ്ഞ് ആ കൊടൂര പ്രേതം വുലാന്റെ ശരീരം വിട്ടു പോവുകയും ചെയ്തു. ശേഷം അവിടേക്ക് എല്ലാവരും എത്തുകയും അങ്ങനെ എല്ലാം ശാന്തമായപ്പോൾ മുത്തശ്ശനോട് കാര്യങ്ങൾ പറഞ്ഞ് ഇരിക്കുമ്പോൾ, നിനക്ക് പ്രേതപിശാചുക്കളോട് ഒക്കെ സംസാരിക്കാൻ കഴിയോ എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ, പറ്റും എന്ന് വുലാൻ പറയുകയാണ്. ശരി, ഇപ്പോൾ വിളിച്ചു വരുത്തിയത് ആരെയാ എന്ന് ചോദിക്കുമ്പോൾ, അത് ഞാൻ സ്വപ്നത്തിൽ കണ്ട ആത്മാവിനെയാണ് എന്ന് പറഞ്ഞ്, ഈ പജിങ് ചോവ എന്ന ഗ്രാമത്തെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ മുത്തശ്ശ, എന്താ അവിടെ നടന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ വേലക്കാരൻ തൂവൽ ശ്രദ്ധിക്കുന്നുണ്ട്, അതിനാൽ അവനോട് പുറത്തു പോകാൻ പറഞ്ഞു വിട്ടിട്ട്, എടാ ഇപ്പോൾ എന്തിനാ ആ ഗ്രാമത്തെക്കുറിച്ച് അറിയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ആവശ്യമുണ്ട്, TV ന്യൂസിൽ ഓരോരുത്തരും അമാനുഷികമായി കൊല്ലപ്പെട്ട വാർത്ത നമ്മൾ കണ്ടതല്ലേ, അവരെല്ലാവരും ആ ഗ്രാമത്തിൽ ചേർന്നവരാണ്, അതേപോലെ ആ പ്രേതം എന്നെ നോക്കി നീയും ആ ഗ്രാമത്തിലുള്ളവനാണ് എന്ന് പറഞ്ഞു. സോ ഇതൊക്കെ വെച്ചാ നിങ്ങളോട് ചോദിക്കുന്നത്, അതിന് മാത്രം ആ പജിങ് ചോവ എന്ന ഗ്രാമത്തിൽ എന്താ നടന്നത്? അത് കേട്ട് ഇപ്പോഴാണ് മുത്തശ്ശൻ കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നത്.
20 വർഷം മുൻപ് ഞങ്ങൾ പജിങ് ചോവ എന്ന ഗ്രാമത്തിലാണ് കഴിഞ്ഞിരുന്നത്. അക്കാലത്ത് ആ ഗ്രാമത്തെക്കുറിച്ച് കുറേ കെട്ടുകഥകൾ ഒക്കെ പറയുമായിരുന്നു. എന്നാൽ അതിൽ ഇപ്പോൾ ഒരു കാര്യം മാത്രം എനിക്ക് ഓർമ്മയിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അത് എന്തെന്നാൽ ആ ഗ്രാമത്തിൽ ജീവിക്കുന്നവർ മൊറാബി എന്ന വർഗത്തിൽപ്പെട്ടവരെ ദൈവമായി കണ്ട് പൂജിക്കുമായിരുന്നു. സോ ആ വർഗത്തിൽപ്പെട്ട ഒരു സന്തതിയാണ് ഈ മുത്തശ്ശൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണല്ലോ രസ്പതിയും. അതിനാൽ രസ്പതി ആ ഗ്രാമത്തിൽപ്പെട്ടവനാണ്. ആ ഒരു കാരണത്താലായിരിക്കും പ്രേതം രസ്പതിയെയും കൊല്ലാൻ നോക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ മുത്തശ്ശന് അറിയൂ. നിങ്ങളാരും പേടിക്കണ്ട, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് മുത്തശ്ശൻ എല്ലാവരെയും സമാധാനപ്പെടുത്തി വിടുകയാണ്. ശേഷം വുലാനെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ രസ്പതി കൂടെ പോവുകയാണ്. എടി, നീ എനിക്ക് വേണ്ടി എന്തിനാ ഇത്രയും റിസ്ക് എടുത്ത് സഹായം ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഒരു കാരണം ഉണ്ട്. എനിക്ക് ആ സ്വപ്ന ലോകത്തെക്കുറിച്ച് ഇനിയും കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ട്. അത് അറിഞ്ഞാൽ നമുക്ക് അന്നേരം സ്വപ്നങ്ങൾ വരാതെ സുഖമായി ഉറങ്ങാൻ പറ്റൂ എന്നവൾ പറയുകയാണ്. ഓഹോ, എങ്കിൽ നിനക്ക് എങ്ങനെയാ അത്തരം കൊടൂര സ്വപ്നമൊക്കെ കാണാൻ കഴിയുന്നത്? എന്തിനാ സ്വപ്നം കാണാതെ ഉറങ്ങുന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ മരിച്ചുപോയി. എന്നാൽ ഞാൻ കാണുന്ന സ്വപ്നങ്ങളിൽ അമ്മ മരിക്കുന്ന സ്വപ്നങ്ങൾ മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. എപ്പോൾ നോക്കിയാലും അമ്മയുടെ മരണം മാത്രമാണ് സ്വപ്നത്തിൽ വരുന്നത്. എനിക്ക് ആ കാഴ്ചകളൊക്കെ കണ്ട് ജീവിക്കാൻ തന്നെ തോന്നുന്നില്ല. അതിനാൽ സ്വപ്നം കാണാതെ ഒരു ദിവസമെങ്കിലും ഉറങ്ങണം. അത് കേട്ട് രസ്പതിക്ക് ഇപ്പോൾ വുലാൻ്റെ മേൽ ഒരൽപ്പം ലവ് ഫീലിംഗ് വരാൻ തുടങ്ങി. അങ്ങനെ പിറ്റേ ദിവസം ഫ്രണ്ടുകാരനോട് ഡാ മച്ച, മുസ്തികയെ പറ്റി അന്വേഷിച്ചോ എന്ന് ചോദിക്കുമ്പോൾ പിന്നല്ലാതെ ഞാൻ അന്വേഷിച്ചു. അവിടെ ഒരുപാട് വീടുകളുണ്ട്. അതിൽ മുസ്തിക എവിടെയാ ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറയുമ്പോൾ അവനൊരു കാര്യം കാണുകയാണ്. അത് എന്തെന്നാൽ പ്രേതം വുലാൻ്റെ ശരീരത്തിൽ കയറിയപ്പോൾ ആറ്റിൻകരയിൽ നീല നിറത്തിലുള്ള പൂവുണ്ട്, അവിടെയാണ് മുസ്തികയും ഉള്ളത് എന്ന് മുത്തശ്ശിയുടെ ആത്മാവ് പറഞ്ഞിരുന്നില്ലേ? അതേപോലെ നീല നിറത്തിലുള്ള പൂക്കൾ വിൽക്കുന്ന ഒരു ലേഡിയുടെ അഡ്രസ്സ് സോഷ്യൽ മീഡിയയിൽ കാണുകയാണ്. അത് കാണുമ്പോൾ തീർച്ചയായും മുസ്തിക എന്ന ലേഡി ആ പൂക്കൾ വിൽക്കുന്ന പൂക്കാരി ആയിരിക്കും എന്ന് ഫ്രണ്ടുകാരൻ പറയുകയാണ്. എങ്കിൽ എത്രയും പെട്ടെന്ന് ആ ലേഡിയെ പോയി കാണണം എന്ന് പറഞ്ഞ് സ്കൂളിൻ്റെ പുറത്ത് കടക്കാൻ നോക്കുമ്പോൾ സ്ഥിരമായി ഉറക്കം നഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം രസ്പതിക്ക് തലക്കറക്കം അനുഭവപ്പെടാൻ തുടങ്ങി. അതിനാൽ എടാ, നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം എന്ന് ഫ്രണ്ടുകാരൻ പറയുമ്പോൾ ഇല്ല, എന്ത് പറ്റിയാലും നമുക്ക് മുസ്തികയെ കണ്ടുപിടിച്ചേ ആവണം എന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും പൂക്കാരി ലേഡിയുടെ അഡ്രസ്സ് ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. തേടിപ്പോയപ്പോൾ അവിടെ ഒരു ചെറിയ അരുവി, അതിനടുത്ത് തകർന്ന നിലയിൽ ഒരു ചെറിയ വീട്. ആ വീടിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അകത്ത് നീലപ്പൂക്കൾ കാണുകയാണ്. അതേപോലെ ഒരു വശത്ത് സ്വപ്നത്തിൽ കാണാറുള്ള ആ മുത്തശ്ശിയും അവിടെ നിന്നതായി രസ്പതിയുടെ കണ്ണിന് കാണുകയാണ്. എന്നാൽ രസ്പതിക്ക് ഒരു നിമിഷം മയക്കം വന്ന് നിലത്ത് വീഴുകയും അല്പം കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൻ ഉണർന്നത് സ്വപ്നലോകത്താണ്. നോക്കിയാൽ അവൻ്റെ മുന്നിൽ ദേ മരിച്ചു പോയ അവൻ്റെ സ്വന്തം അച്ഛനും അമ്മയും വന്നു നിൽക്കുന്നു. അവരെ കണ്ടതും ഓടിച്ചെന്ന് രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് അച്ഛാ, അമ്മേ, ഞാൻ നിങ്ങളെ എത്ര മിസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ എന്ന് പറഞ്ഞ് കരയുമ്പോൾ ഞങ്ങളും നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് മോനെ. ഇനി നീ എവിടെയും പോവണ്ട, ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞ് അവനെ ആ മരണ കവാടത്തിൻ്റെ അടുത്തേക്ക് ലക്ഷ്യമാക്കി കൂട്ടിയിട്ട് പോവാൻ തുടങ്ങി. പെട്ടെന്ന് അവനെ ആരോ വിളിക്കുന്ന പോലത്തെ വോയിസ് കേട്ടതും ആരാണെന്ന് നോക്കിയാൽ ദേ ആ മുത്തശ്ശി ദൂരെ നിന്ന് അവനെ വിളിച്ച് ഏയ് ചെക്ക, നീ അവരെ വിശ്വസിക്കരുത്, അവർ നിന്നെ പറ്റിക്കും. അത് കേട്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ദേ കവാടത്തിൽ ആ കൊടൂര പ്രേതം നിൽക്കുന്നു. ഇത്രയും നാൾ നിന്നെയാണെടാ ഞാൻ കാത്തിരുന്നത് എന്ന് പറഞ്ഞ് പ്രേതം രസ്പതിയെ പിടികൂടാൻ അടുത്തേക്ക് പാഞ്ഞു വന്നതും എത്തുന്നതിന് മുന്നേ അവിടെയുള്ള ഒരു കൂർത്ത കമ്പെടുത്ത് സ്വയം കുത്തി മരിക്കുകയും അതിനാലിപ്പോൾ അവൻ സ്വപ്നലോകത്ത് നിന്നും റിയൽ ലൈഫിൽ എത്തുകയും ചെയ്തു. അന്നേരം ഓപ്പോസിറ്റ് സൈഡിൽ സ്വപ്നലോകത്ത് കണ്ട ആ മുത്തശ്ശി ഇരിക്കുന്നത് കണ്ട് അവൻ ആകെ ഭയന്ന് വെപ്രാളപ്പെടുമ്പോൾ എടാ പേടിക്കേണ്ട, ഇവരാണ് നിന്നെ സഹായിച്ചത്. അതേപോലെ നീ അന്വേഷിക്കുന്ന മുസ്തിക എന്ന ലേഡി ഇവരാണ് എന്ന് മുത്തശ്ശൻ പറയുകയാണ്. അത് ശരി, നിങ്ങളാണോ മുസ്തിക? എൻ്റെ സ്വപ്നത്തിൽ നിങ്ങളാണ് മുത്തശ്ശി ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ജീവൻ രക്ഷിച്ചത്. എന്നാൽ എന്തിനാ നിങ്ങൾ എൻ്റെ ജീവൻ രക്ഷിക്കുന്നത്? പിന്നെ ആ സുക്മ ആരാണ്? അവൾക്കും സ്വപ്നലോകത്തിനും എന്താ ബന്ധം എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ സ്വപ്നലോകത്ത് ഒരു കൊടൂര പ്രേതമുണ്ട്, ആ പ്രേതമാണ് ആൾക്കാരെ കൊല്ലുന്നത്, ആ പ്രേതത്തിൻ്റെ പേരാണ് സുക്മ എന്ന് പറഞ്ഞ് മുസ്തിക മുത്തശ്ശി ഒരു കഥ പറയാൻ തുടങ്ങി. 20 വർഷം മുൻപ് പഞ്ചിങ് ചാവോ എന്ന ഗ്രാമത്തിൽ സുക്മ എന്ന സ്ത്രീ അവളുടെ മകൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. സുക്മ ഒരു മന്ത്രവാദിനി കൂടിയാണ്. എന്നിരുന്നാലും ഗ്രാമവാസികളെല്ലാം സുക്മയെ നല്ല റെസ്പെക്റ്റോടു കൂടി സ്നേഹത്തോടു കൂടിയും ആണ് കണ്ടിരുന്നത്. സുക്മ വീടിനകത്ത് ചെയ്യുന്ന മന്ത്രവാദം, ആഭിചാരം, കൂടോത്രം അതൊക്കെ കണ്ട തൻ്റെ മകനും അമ്മയെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അങ്ങനെ ലൈഫ് ഹാപ്പിയായി പോയിക്കൊണ്ടിരിക്കെ ഒരു ദിവസം
തനിക്ക് വലിയ ശക്തി കൂടിയ കൊടൂര മന്ത്രവാദിനി ആവണം എന്നൊരു ആശ ഉദിക്കുകയും അതിനുവേണ്ടി ഗ്രാമത്തിലുള്ള ഒരു ലേഡിയെ സാത്താന് ബലി കൊടുക്കുകയും ചെയ്തു. എന്നാൽ ആ ബലി കൊടുത്ത കാര്യം ഗ്രാമത്തിലെ ജനങ്ങൾക്ക് അറിയുകയും എല്ലാവരും കൂടി സുക്മയെ പിടികൂടി അടിച്ച് തറതറാന്ന് വലിച്ചോണ്ട് പോയി ഒരു കുടിലിൽ 2 കൈയും കാലും അനക്കാൻ പറ്റാത്ത രീതിയിൽ പലക വെച്ച് ലോക്ക് ചെയ്തു വെച്ചു. സുക്മയുടെ മകൻ അതൊക്കെ കണ്ട് വിഷമിച്ച് കരയുന്ന ആ കാഴ്ചകളൊക്കെ മുസ്തിക മുത്തശ്ശിയും കണ്ടിരുന്നു. അതിനുശേഷം കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ഭക്ഷണമില്ലാതെ സുക്മ വിശന്ന് വലഞ്ഞ് അവിടെ വെച്ച് മരിച്ചു പോവുകയായിരുന്നു. നാറ്റമടിച്ച് ചെന്ന് നോക്കിയ ഗ്രാമവാസികൾക്ക് സുക്മയുടെ ബോഡി എടുത്ത് പുതയ്ക്കാൻ ഭയം തോന്നി. ബോഡി ചീഞ്ഞ് അഴുകിപ്പോയാലും ശരി ആ മന്ത്രവാദിനിയെ തൊടാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് എല്ലാവരും അവിടുന്ന് പോവുകയും ചെയ്തു. എല്ലാവരും പോയതിനു ശേഷം പിന്നീട് നോക്കുമ്പോൾ സുക്മയുടെ ഡെഡ് ബോഡി ആ സ്ഥലത്ത് നിന്നും കാണാതായി. അതേപോലെ സുക്മയുടെ മകനെയും കാണാനില്ല. എവിടെ പോയി എന്തായി എന്നൊന്നും ആർക്കും അറിയില്ല. അങ്ങനെ അതിനുശേഷമാണ് സുക്മയുടെ ആത്മാവ് ഒരു വലിയ കൊടൂര പ്രേതാത്മാവായി മാറിയത്. അവൾ സ്വപ്ന ലോകത്തേക്ക് ഓരോരുത്തരെയും സ്വപ്നത്തിലൂടെ കൊണ്ടുപോയി കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതും പഞ്ചിങ് ചോവ എന്ന ഗ്രാമത്തിൽ അവൾ മരിക്കാൻ കാരണക്കാരായ അവളെ കൊലപ്പെടുത്തിയ നാട്ടുകാരെയും അത് നോക്കി ഒന്നും ചെയ്യാതെ വാ പൊളിച്ച് നിന്ന നാട്ടുകാരെയും ആ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഓരോരുത്തരുടെയും പാരമ്പര്യത്തിലുള്ള എല്ലാവരെയും സുക്മ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ആ കഥ കേട്ട് ഇപ്പോൾ സുക്മയെ എങ്ങനെയാ അടക്കി നിർത്തുന്നത് എന്ന് റസ്പതി ചോദിക്കുമ്പോൾ അതിനൊരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. നീ ആ സ്വപ്ന ലോകത്തേക്ക് പോകണം. പോയിട്ട് സുക്മയുമായി പോരാടണം. പോരാടി സുക്മയുടെ തല വെട്ടിയെടുക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ സുക്മയെ പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിയൂ. അതേപോലെ സുക്മയെ കൊല്ലാൻ നിനക്ക് മാത്രമേ പറ്റൂ. എന്തെന്നാൽ നീ മൂലം നക്ഷത്രത്തിൽ പിറന്നവനാണ്. അതിനാലാണ് നിനക്ക് സ്വപ്ന ലോകത്തേക്ക് ഈസിയായി പോകാൻ പറ്റുന്നതും പ്രേതത്തെ കാണാൻ പറ്റുന്നതും. അത് കേട്ട മുത്തശ്ശൻ എന്ത് റസ്പതിയെ സ്വപ്ന ലോകത്തേക്ക് വിടണമെന്നോ പ്രേതത്തോട് യുദ്ധം ചെയ്യണമെന്നോ അതൊന്നും അവനെ കൊണ്ട് കഴിയില്ല. അവന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. ഇനി അവനെയും ഞാൻ കൊലക്ക് കൊടുക്കാൻ നിൽക്കുന്നില്ല. ദേ നോക്ക്, ഇനി നിങ്ങൾ സുക്മയെ കൊല്ലണം പ്രേതത്തെ കൊല്ലണം എന്ന് പറഞ്ഞ് എൻ്റെ വീടിൻ്റെ അടുത്തേക്ക് പോലും വന്നേക്കരുത് എന്ന് ദേഷ്യത്തിൽ എല്ലാവരെയും പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞ് തടസ്സം നിന്നതിനാൽ ഇനി എന്ത് ചെയ്യും എന്ന് റസ്പതി ഇരുന്ന് ആലോചന തന്നെ. അന്നേരം അവിടേക്ക് വുലാൻ വന്ന് അവനെ കൂട്ടിയിട്ട് പോയി മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ വുലാന്റെ അച്ഛനും പജിങ് ചാവോ എന്ന ഗ്രാമത്തിൽ താമസിച്ചിരുന്ന വ്യക്തിയാണ്. സോ വുലാനും ആ വംശത്തിൽപ്പെട്ടവളാണ്. ഇനി അടുത്തതായി പ്രേതം കൊല്ലാൻ പോകുന്നത് വുലാനെയും കൂടി ആയിരിക്കാം. പ്രേതം ആരെ എപ്പോഴാ കൊല്ലുന്നത് എന്ന് പറയാൻ പറ്റില്ല. വുലാന് ചെറുപ്പം മുതലേ പ്രേത പിശാചുക്കളോട് സംസാരിക്കാനുള്ള കഴിവുണ്ട്. അവളെ എല്ലാവർക്കും ഭയമാണ്. അതിനാൽ ഫ്രണ്ട്സ് ആരും തന്നെ ഇല്ല. ഉണ്ടായിരുന്ന അമ്മയെ 2 തിമിര പിടിച്ച കള്ളന്മാർ അമ്മയെ കുത്തിക്കൊന്നിട്ട് അമ്മയുടെ മാലയും പണവും ഒക്കെ അടിച്ചോണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ് എടാ നിന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ പറ്റും. പലരുടെയും ജീവൻ രക്ഷിക്കാനുള്ള കഴിവ് നിനക്കുണ്ട്. അതിനാൽ ആലോചിച്ച് നിൽക്കാതെ സ്വപ്ന ലോകത്തേക്ക് പോയി ആ സുക്മയെ കൊന്നിട്ട് വാ എന്ന് പറയുകയാണ്. അങ്ങനെ വീണ്ടും റസ്പതിയും ഫ്രണ്ടുകാരനും വുലാനും കൂടി നേരെ മുസ്തിക മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയിട്ട് മുത്തശ്ശി ആ സുക്മയെ സ്വപ്ന ലോകത്തേക്ക് പോയി തല വെട്ടിയാൽ മാത്രമാണോ നശിക്കുന്നത്, അല്ലാതെ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. മറ്റൊരു വഴി കൂടിയുണ്ട്. അതിന് സുക്മയുടെ ഡെഡ് ബോഡി കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ച് തീയിട്ട് കത്തിച്ചാൽ സുക്മയുടെ പ്രേതത്തെ നശിപ്പിക്കാൻ പറ്റും. എന്നാൽ പ്രശ്നം എന്തെന്നാൽ പല വർഷങ്ങൾക്ക് മുൻപ് സുക്മയുടെ ശരീരം എവിടെയോ കാണാതായി. അത് ആരാ എടുത്തിട്ട് പോയത് എന്ന് പോലും അറിയില്ല. അത് കേട്ട് പിന്നെ എങ്ങനെയാ എന്താ ചെയ്യുക എന്ന് റസ്പതി ചോദിക്കുമ്പോൾ അതിനൊരു വഴിയുണ്ട്. റസ്പതിയുടെ മുഴുവൻ ശക്തിയും പുറത്തെടുക്കാൻ പറ്റണം. അതിനൊരു ചടങ്ങുണ്ട്. അത് ചെയ്താൽ റസ്പതിക്കും വുലാനും ഒരേ നേരത്ത് സ്വപ്ന ലോകത്തേക്ക് പോകാൻ പറ്റും. റസ്പതി സ്വപ്നത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ റസ്പതിക്ക് സ്വപ്നത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ സുക്മയെ എതിർക്കാനുള്ള ശക്തി റസ്പതിക്ക് ലഭിക്കും. അതിനുശേഷം സുക്മയെ എതിർത്ത് കൊല്ലാൻ സിമ്പിളായിരിക്കും. അങ്ങനെ പ്ലാൻ ചെയ്ത് മുത്തശ്ശി ചടങ്ങ് ആരംഭിച്ചു. ഒടുവിൽ 2 പേരും സ്വപ്ന ലോകത്ത്, അതായത് വുലാൻ അവളുടെ അമ്മ കൊല്ലപ്പെട്ട കഥ പറഞ്ഞിരുന്നില്ലേ, അവൾക്ക് എപ്പോഴും അമ്മ സ്വപ്നത്തിൽ മരിച്ചു പോകുന്ന കാര്യം മാത്രമേ കാണാറുള്ളൂ എന്ന് പറഞ്ഞിരുന്നില്ലേ, അതേപോലെ ഇപ്പോൾ ചടങ്ങ് ചെയ്ത് വുലാന്റെ ആ സ്വപ്ന ലോകത്ത് റസ്പതിയും കടന്നു ചെല്ലാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുകയും ചെയ്തു. അതിനാൽ ഇപ്പോൾ സ്വപ്നത്തിൽ, അതായത് വുലാൻ കാണുന്ന ആ സ്വപ്നം ഉണ്ടല്ലോ, അവളുടെ അമ്മയെ കള്ളന്മാർ കൊല്ലുന്ന സ്വപ്നം, ആ സ്വപ്നം വീണ്ടും കാണാൻ തുടങ്ങി. അമ്മ രാത്രി നടന്ന് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കെ ബൈക്കിൽ കള്ളന്മാർ അമ്മയെ കൊന്ന് പണമെല്ലാം കൈക്കലാക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സ്വപ്ന ലോകത്ത് എത്തിയ റസ്പതി ഇടപെട്ട് കള്ളന്മാരെ അടിച്ചു ഓടിക്കുകയും അങ്ങനെ അമ്മയെ മരണത്തിൽ നിന്നും റസ്പതി രക്ഷിക്കുകയും ചെയ്തു. അമ്മ രക്ഷപ്പെട്ട സന്തോഷത്തിൽ ഓടി വന്ന് സ്നേഹത്തോടെ വുലാനെ കെട്ടിപ്പിടിക്കുകയാണ്. പഴയ സ്വപ്നത്തെ മാറ്റി മറ്റൊരു ഹാപ്പി എൻഡിങ് പോലെ ആ സ്വപ്നത്തെ മാറ്റിമറിക്കാൻ റസ്പതിക്ക് കഴിഞ്ഞു. അങ്ങനെ സ്വപ്നത്തെ കൺട്രോൾ ചെയ്യാനുള്ള ശക്തി റസ്പതിക്ക് പൂർണ്ണമായി ലഭിച്ചു. അങ്ങനെ അതിനുശേഷം എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. പോയതിനു ശേഷം മുസ്തിക മുത്തശ്ശിയുടെ വീട്ടിലേക്ക് ആരോ വന്ന് മുത്തശ്ശിയുടെ കഴുത്ത് മുറിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ട്വിസ്റ്റ് എന്തെന്നാൽ മുത്തശ്ശിയെ കൊന്നത് മറ്റാരുമല്ല, സുക്മയ്ക്ക് ഒരു മകൻ ഉണ്ടായിരുന്നില്ലേ, അവനാണ്
മുത്തശ്ശിയെ കൊന്നത്? അതേപോലെ സുക്മയുടെ ഡെഡ് ബോഡി കാണാതായിരുന്നില്ലേ? അത് കൊണ്ടുപോയി ഇത്രയും നാൾ ആരും കാണാതെ സൂക്ഷിച്ചു വെച്ചതും സുക്മയുടെ മകനാണ്. മറ്റൊരു കാര്യം എന്തെന്നാൽ രസ്പതിയുടെ മുത്തശ്ശൻ്റെ വീട്ടിൽ വേലക്കാരനായി വന്നതും സുക്മയുടെ മകൻ തൂൽ ആണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഫ്രണ്ടുകാരൻ രസ്പതിയെ കാണാൻ ധൃതിയിൽ ഓടി വന്ന് ഒരു ന്യൂസ് കാണിച്ച്, എടാ നോക്കിയേ, ആ മുസ്തിക മുത്തശ്ശിയെ ആരോ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അത് തീർച്ചയായും സുക്മയുടെ ഡെഡ് ബോഡി ഒളിപ്പിച്ചു വെച്ച് സുക്മയ്ക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആരോ ആയിരിക്കും. അത് ആരായിരിക്കും എന്നൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പെട്ടെന്ന് ഉലാൻ എന്തോ ബാധ കയറിയ പോലെ പെരുമാറാൻ തുടങ്ങി. കണ്ണൊക്കെ മാറി വെളുത്ത് അതേപോലെ കഴുത്തിലുള്ള അവളുടെ നെക്ലസ് പൊട്ടി നിലത്ത് വീഴുകയും ചെയ്തു. എന്നിട്ട് എടാ ഇതിനൊക്കെ കാരണം നീയാണ്, നിന്നെ കൊല്ലാതെ വിടില്ല എന്ന് പറഞ്ഞ് രസ്പതിയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു കൊണ്ടിരിക്കെ മറ്റു കുട്ടികൾ ചേർന്ന് ഉലാനെ പിടിച്ച് അവിടെയുള്ള ചെയറിൽ കൊണ്ടുപോയി ഇരുത്തി സമാധാനപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും പ്രേതത്തെ പിടിച്ചിരുത്താൻ പറ്റില്ലല്ലോ. ചെയറോടെ പറന്ന് പാട്ടുപാടാൻ തുടങ്ങി. രസ്പതി ആണെങ്കിൽ ഒരു കോമ്പസ് എടുത്ത് ഉലാന്റെ കയ്യിൽ ഒരൊറ്റ കുത്ത്. അതോടെ അവളുടെ ശരീരത്തിൽ കയറിയ പ്രേതം ഒഴിഞ്ഞു പോവുകയും ചെയ്തു. ശേഷം അവളെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കയ്യിൽ ബാൻഡേജ് ഒക്കെ ഇട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഫ്രണ്ടുകാരൻ ആണെങ്കിൽ ഉലാന്റെ ശരീരത്തിൽ പ്രേതാത്മാവ് കയറിയപ്പോൾ അവൾ ഒരു പാട്ട് പാടിയിരുന്നില്ലേ? ആ പാട്ട് ഇവൻ റെക്കോർഡ് ചെയ്തിരുന്നു. എന്നാൽ അത് റിംഗ് ടോൺ വെക്കാനായിരുന്നില്ല, അതിലെന്തെങ്കിലും അർത്ഥം ഉണ്ടോ എന്ന് നോക്കാനായിരുന്നു. ആ പാട്ട് ഒരു താരാട്ട് പാട്ടാണ്. അത് കേട്ടതോടെ ഫ്രണ്ടുകാരന് ഒരു കാര്യം മനസ്സിലാവുകയും അങ്ങനെ നേരെ രസ്പതിയുടെ വീട്ടിലേക്ക് എല്ലാവരും പോയിട്ട് അവൻ്റെ റൂമിൽ എന്തെങ്കിലും വ്യത്യസ്തമായി ഉണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ സാധനം കിട്ടുകയാണ്. ഇത് എന്താടാ പണി വെച്ചിരിക്കെ എന്ന് ചോദിക്കുമ്പോൾ ഇത് ഒരാൾക്ക് ശാപം കിട്ടാൻ ചെയ്യുന്നതാണ് എന്ന് ബുലാൻ പറഞ്ഞ് അത് വാങ്ങിയിട്ട് ഇത് തീർച്ചയായും സുഗ്മയെ സീക്രട്ടായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആരോ ആയിരിക്കും വെച്ചത്. ഇത് പുറത്തു നിന്നും ആരും വന്ന് ചെയ്തത് ആയിരിക്കില്ല, ഈ വീട്ടിൽ വെച്ച് ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും വീട്ടിൽ രസ്പതിയും മുത്തശ്ശനും കഴിഞ്ഞാൽ മൂന്നാമതൊരാൾ ഉള്ളത് വേലക്കാരൻ തൂൽ ആണല്ലോ എന്ന് മനസ്സിലാക്കി നിൽക്കുമ്പോൾ നോക്കിയാൽ മുത്തശ്ശനാണെങ്കിൽ അനക്കമില്ലാതെ കിടക്കുകയാണ്. അതായത് മുത്തശ്ശനും സ്വപ്നലോകത്ത് പോയിട്ടുണ്ടെന്ന് രസ്പതിക്ക് മനസ്സിലാകുകയും മുത്തശ്ശനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് തീരുമാനിച്ച് രസ്പതിയും സ്വപ്നലോകത്തേക്ക് പോവുകയും ചെയ്തു. അവിടെ എത്തി സുഗ്മയെ ആ കൊടൂര പ്രേതത്തെ കണ്ട്, ഏയ് നോക്ക്, നിനക്ക് വേണ്ടത് എന്നെയല്ലേ, എന്നെ എടുത്തോ, മുത്തശ്ശനെ വെറുതെ വിട് എന്ന് പറഞ്ഞെങ്കിലും മുത്തശ്ശനെ വിടുന്ന ലക്ഷണമില്ല. രസ്പതിക്ക് ചടങ്ങ് ചെയ്ത് ശക്തി കിട്ടിയിട്ടുണ്ടല്ലോ, ആ ശക്തി ഉപയോഗിച്ച് സുഗ്മയെ പറഞ്ഞു വിട്ട് മുത്തശ്ശനെ അടുത്തേക്ക് വലിച്ചു കൊണ്ടുവന്ന് ആ സ്ഥലം വിട്ട് പോകാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും പ്രേതം വിടുന്ന ലക്ഷണമില്ല. പറന്ന് ചാടി വന്ന് രസ്പതിയെ പിടിച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കുകയാണ്. മുത്തശ്ശനാണെങ്കിൽ ഒരു വലിയ മൂർച്ചയുള്ള കമ്പെടുത്ത് ഒരൊറ്റ കുത്ത്, എൻ്റെ ശരീരത്തിലേക്കും കുത്തു മുത്തശ്ശ എന്ന് പറഞ്ഞതും അവൻ്റെ ശരീരത്തിലും കുത്തി കയറ്റിയതോടെ രസ്പതി സ്വപ്നലോകത്ത് നിന്നും റിയൽ ലൈഫിലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ മുത്തശ്ശൻ ആണെങ്കിൽ സ്വപ്നലോകത്ത് തന്നെയാണുള്ളത്. എന്നാൽ ശരീരം നോക്കിയാൽ മുറിവ് ഒക്കെയുണ്ട്. അതിനാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് ഇരിക്കുമ്പോൾ ഇപ്പോഴാണ് രസ്പതിയുടെ അച്ഛനും അമ്മയ്ക്കും എന്താ പറ്റിയത് എന്ന കാര്യം ഉലാനോട് പറയുന്നത്. അന്നൊരിക്കൽ അച്ഛനും അമ്മയും കാറിൽ യാത്ര പോകുന്നതിന് മുൻപ് നീയും വാ എന്ന് രസ്പതിയെ വിളിച്ചിരുന്നു. എന്നാൽ എന്തോ മൂഡ് ശരിയില്ലാത്ത അവൻ പോയില്ല. അച്ഛനും അമ്മയും മരിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് കൊള്ളക്കാർ വന്ന് കാറിലുണ്ടായിരുന്ന അച്ഛൻ്റെയും അമ്മയുടെയും കഴുത്തറുത്ത് പണമെല്ലാം മോഷ്ടിച്ചു പോയി. അതാണ് സംഭവിച്ചത്. അങ്ങനെ ആ കഥ പറഞ്ഞ ശേഷം വീട്ടിൽ കൂടോത്രം വച്ചത് വേലക്കാരനായി വന്ന തൂൽ ആണെന്ന് മനസ്സിലായിരുന്നതല്ലേ. ഉടനെ അവനെ പിടികൂടണം എന്ന് പറഞ്ഞ് ഉലാനും ഫ്രണ്ടുകാരനും തൂയിയെ അന്വേഷിച്ച് പോവാൻ നോക്കുമ്പോൾ ഞാനും വരാം എന്ന് രസ്പതി പറയുകയാണ്. ഇല്ല വേണ്ട, നീ മുത്തശ്ശൻ്റെ കൂടെ നിൽക്ക്, മുത്തശ്ശൻ ഒറ്റയ്ക്കല്ലേ എന്ന് പറഞ്ഞ് ഉലാനും ഫ്രണ്ടുകാരനും തൂലിനെ അന്വേഷിച്ച് യാത്ര തുടർന്നു. അങ്ങനെ ഒടുവിൽ തൂലിൻ്റെ വീടും കണ്ടുപിടിച്ചു. അകത്ത് എന്തോ ഒന്ന് മൂടി വച്ചതുപോലെയുണ്ട്. ഇത് എന്നാത്ത ചാതനം എന്ന് പറഞ്ഞ് ഫ്രണ്ടുകാരൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അത് സുഗ്മയുടെ ഡെഡ് ബോഡി. അത് കണ്ട് ഞെട്ടി, ഇനി താമസിക്കേണ്ട, എത്രയും പെട്ടെന്ന് ഇതിനെ കത്തിച്ച് കളയണം എന്ന് പറഞ്ഞ് പുറത്തു നിന്നും പെട്രോൾ ക്യാൻ എടുത്തു വന്ന് സുഗ്മയുടെ ശരീരത്തിൽ ഒഴിച്ച് കത്തിക്കാൻ നോക്കുമ്പോൾ തന്നെ അവിടേക്ക് തൂൽ എത്തുകയും ചെയ്തു. എന്നിട്ട് കത്തിയെടുത്ത്, എടാ മോനെ, ഞാൻ ഇത്രയും വർഷം എൻ്റെ അമ്മയുടെ ശരീരം ആരും കാണാതെ മറച്ചു വെച്ചതാ. അതാ മുത്തശ്ശി നിങ്ങളോട് പറഞ്ഞ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു, അതിനാലാ ഞാൻ ആ മുത്തശ്ശിയുടെ കഴുത്തറുത്ത് കൊന്നത് എന്ന് പറഞ്ഞ് ഒരു ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങി. ആക്ച്വലി എന്താ സംഭവിച്ചത് എന്ന് വെച്ചാൽ സുഗ്മയെ ഗ്രാമവാസികൾ പിടികൂടി ഒരു കൂടാരത്തിൽ കെട്ടിവച്ചിരുന്നതല്ലേ. നാട്ടുകാർ മരിച്ചു കിടക്കുന്ന ബോഡി പോലും എടുക്കില്ല എന്ന് പറഞ്ഞിരുന്നില്ലേ. അതിനാൽ സുഗ്മയുടെ മകന് തൂലിന് അമ്മയുടെ കൂടെ തന്നെ നിന്ന് അമ്മയ്ക്ക് സഹായം ഒക്കെ ചെയ്യുമ്പോൾ അവനും ഓട്ടോമാറ്റിക്കായി മന്ത്രവിദ്യകൾ ഒക്കെ പഠിച്ചിരുന്നു. അങ്ങനെ മന്ത്രവാദം ചെയ്ത് മരിച്ചു പോയ സുഗ്മയെ ഒരു ചെറിയ ബൊമ്മയാക്കി മാറ്റി അത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി പഴയതുപോലെ ശരീരമാക്കി മാറ്റി എടുത്ത് മറ്റു പല ആഭിചാര കർമ്മങ്ങൾ ഒക്കെ ചെയ്ത്
പ്രതികാരത്തിൻ്റെ ശക്തി കൂട്ടി ഒരു ലോകം തന്നെ നിർമ്മിച്ചു. അതാണ് സ്വപ്നലോകം. അവിടേക്ക് ഗ്രാമത്തിലെ ഓരോരുത്തരെയും സ്വപ്നത്തിലൂടെ അവരുടെ ആത്മാവിനെ കൊണ്ടുപോയി കൊലപ്പെടുത്തും. എല്ലാവരെയും കൊലപ്പെടുത്തിയാൽ തന്നെ ദ്രോഹിച്ച എല്ലാവരെയും ബലി നൽകിയാൽ സുഗ്മയ്ക്ക് വീണ്ടും ജീവൻ തിരിച്ചു കിട്ടും. അതിനാലാണ് ഇങ്ങനെയൊക്കെ അവൻ ചെയ്തത് എന്നൊക്കെ തൂൽ തുറന്നടിച്ച് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കെ ഇതേ നേരം മറ്റേ സ്ഥലത്ത് രസ്മതിയെ കാണാം. അവന് സ്വപ്നത്തെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ടല്ലോ. അതിനാൽ അന്ന് അച്ഛനും അമ്മയും കാറിൽ പോകാൻ നേരത്ത് വിളിച്ചപ്പോൾ വരില്ല എന്ന് പറഞ്ഞിരുന്നതല്ലേ. എന്നാൽ ഇത്തവണ അവൻ ആ സ്വപ്നം മാറ്റുകയാണ്. പറഞ്ഞു വന്നാൽ സ്വപ്നത്തെ നിർമ്മിക്കാൻ തുടങ്ങി. ആ സ്വപ്നത്തിൽ ഇത്തവണ അച്ഛനും അമ്മയും വിളിക്കുമ്പോൾ അവനും കാറിൽ കയറി പോകാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്ന് അവനെ സുഗ്മയുടെ പ്രേതം വലിച്ച് അതിൻ്റെ കോട്ടയ്ക്ക് കൊണ്ടുപോയി ഇടുകയാണ്. തളരാതെ പുലിമുരുകനെ പോലെ പിടിച്ചു നിന്ന് നോക്കുമ്പോൾ ദേ മുന്നിൽ സുഗ്മ എന്ന കൊടൂര വടയക്ഷി. പിന്നെ ഒന്നും നോക്കിയില്ല. രണ്ടുപേരും പൊരിഞ്ഞ യുദ്ധം. പ്രേതത്തെ എതിർത്ത് നിർത്താനുള്ള ശക്തി രസ്പതിക്ക് ഉണ്ടല്ലോ. അവരങ്ങനെ പോരാടുമ്പോൾ ഇപ്പോൾ ഭൂമിയിൽ വുലാൻ ആണെങ്കിൽ തൂലുമായി പൊരിഞ്ഞ പോരാട്ടം. പരസ്പരം മാറി മാറി അടിയോടടി നീണ്ടു നിൽക്കുന്ന ആ ഒരു പോരാട്ടത്തിന് ശേഷം വുലാൻ പെട്രോൾ എടുത്ത് സുഗ്മയുടെ അസ്ഥികുടത്തിൽ ഒഴിച്ച് തീപ്പെട്ടി കത്തിച്ച് തീയിട്ട് കത്തിക്കുകയും ചെയ്തു. ഇതേ നേരം സ്വപ്നലോകത്ത് പ്രേതം തീ പിടിച്ച പോലെ ഉരുകിക്കൊണ്ടിരിക്കെ അതേ നേരം രസ്പതി ഒരു കമ്പെടുത്ത് പ്രേതത്തിൻ്റെ തലയ്ക്ക് തന്നെ ഒരൊറ്റ അടി അടിച്ച് തെറിപ്പിച്ച ശേഷം വേരുകളിൽ ചുറ്റിക്കിടന്നിരുന്ന മുത്തശ്ശനെയും രക്ഷിച്ച് പോവുകയും ചെയ്തു. അതേപോലെ സുഗ്മയുടെ മകനെ തൂലിനെ എല്ലാവരും ചേർന്ന് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വുലാനും രസ്പതിയും ഫ്രണ്ടുകാരനും മുത്തശ്ശനും പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഹാപ്പിയായി ജീവിക്കുന്ന പോലെ കാണിച്ച് ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.